ഹലോ, എടാ എന്തായാലും നമുക്ക് ആ ട്രിപ്പ് ഒന്ന് പോകണ്ടേ? എത്ര കാലമായിട്ട് അത് പറയാൻ തുടങ്ങിയിട്ട്. നീ പുറത്തോട്ട് പോവാ, നാട് വിട്ട് പോവാന്നാ? എങ്ങോട്ട് പോകണം? എന്താടാ, നീയും കൂടി പോയി കഴിഞ്ഞാൽ നാട്ടിൽ ആരാടാ ഉള്ളത്? ഷേ, കണ്ടില്ലേ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ പ്രയത്തുള്ള എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പം നാട് വിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഇത് ഞാൻ മാത്രമല്ല, എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കി. കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1.87 ലക്ഷം കോടി രൂപയാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പുറത്തേക്ക് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട കാശാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആസ് എ കൺട്രി നമ്മുടെ എക്കോണമിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ബാഡ് ന്യൂസ് ഇസ്, ഇതിൽ പലരും ഇപ്പോൾ തിരിച്ചും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുടക്കിയ കാശ് അവിടെ പോവുകയും ചെയ്തു, ഒന്നുമില്ലാണ്ട് തിരിച്ചും വരുന്നു. ഇവിടെ നാട്ടിൽ വന്നിട്ട് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പിന്നെയും ചിലവ് വരുവാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ഹേർട്ടിങ് അവർ എക്കോണമി ഇൻ എ വെരി ബാഡ് വേ. പക്ഷേ ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളെല്ലാം കൂടി വരുന്നതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കണക്കുകൾ പറയുന്നതാണ്. ശമ്പളം കുറവാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ പലരും പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ള ശമ്പളത്തിലാണെങ്കിൽ പോലും ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും.